ന്യൂസ് അവർ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. എടാട്ട് ദേശീയപാതയിൽ വാഹനാപകടം, ഒരാൾ മരണപ്പെട്ടു. മീൻവണ്ടിയും ലോറിയും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. സംഭവം ബുധനാഴ്ച പുലർച്ചെ 3:30. പയ്യന്നൂരിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ. INTUCയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രതിഷേധിച്ചത് വാഴ നട്ടും ശയന പ്രദക്ഷിണം നടത്തി. ജൂലൈ 26 ലോക കണ്ടൽ ദിനം. ഭൂമിയുടെ വൃക്ക എന്നറിയപ്പെടുന്ന കണ്ടൽ ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. സംരക്ഷണത്തിന് പദ്ധതികൾ ഒട്ടേറെ ആവിഷ്കരിക്കുന്നുണ്ടെങ്കിലും ഇവയൊന്നും ഫലപ്രദമാകുന്നില്ല എന്നതാണ് വാസ്തവം. മാധ്യമവാർത്ത തുണയായി പഴയങ്ങാടിയിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം. സ്ഥലം MLA TV രാജേഷിന്റെ ഇടപെടലിലൂടെയാണ് ഗതാഗതക്കുരുക്കിന് പരിഹാരമായത്. ആവേശത്തുഴയെറിയാൻ വീണ്ടും അച്ചാന്തുരുത്തി. സ്വന്തം ചുരുടൻ വള്ളവുമായാണ് വീണ്ടും അച്ചാന്തുരുത്തി ജലോത്സവ രംഗത്ത് സജീവമാകുന്നത്. വള്ളം നീരണിയിക്കൽ ചടങ്ങ് ഉത്സവാന്തരീക്ഷത്തിൽ ഉമ്മൻചാണ്ടി നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. എടാട്ട് ദേശീയപാതയിൽ വാഹനാപകടം, ഒരാൾ മരണപ്പെട്ടു. വിഴിഞ്ഞത്തു നിന്നും മംഗലാപുരത്തേക്ക് പോവുകയായിരുന്ന മീൻവണ്ടിയും മംഗലാപുരത്തു നിന്നും കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. 3 പേരെ പരിക്കുകളോടെ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച പുലർച്ചെ 3:30 അപകടം നടന്നത്. എടാട്ട് ദേശീയപാതയിൽ ലോറികൾ കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. മംഗലാപുരത്ത് നിന്നും കോഴിക്കോടേക്ക് മരം കയറ്റി പോവുകയായിരുന്ന ലോറിയും കോഴിക്കോട് ഭാഗത്തു നിന്നും മത്സ്യം കയറ്റി വരുന്ന ലോറിയും കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ മിനി ലോറി പൂർണ്ണമായും തകർന്നു. ബുധനാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് അപകടം നടന്നത്. അപകടത്തിൽ മിനി ലോറി ഡ്രൈവർ ഷെഹനാസാണ് മരിച്ചത്. വിഴിഞ്ഞം സ്വദേശി റിയാസ്, മംഗളൂരു സ്വദേശി റിയാസ്, ഷെരീഫ് എന്നിവരെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റോഡിലും പരിസരത്തും മീനുകൾ ചതഞ്ഞരഞ്ഞ് ദുർഗന്ധവും ഉണ്ട്. പരിക്കേറ്റവരുടെ നില ഗുരുതരമാണെന്നറിയുന്നു. ഡ്രൈവർ ഉറങ്ങിയതാവാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പയ്യന്നൂർ നഗരത്തിലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച് INTUC ഓട്ടോ തൊഴിലാളികൾ റോഡിൽ വാഴ നടുകയും ശയന പ്രദക്ഷിണം നടത്തുകയും ചെയ്തു. നഗരസഭയിലെ നൂറുകണക്കിന് റോഡുകൾ, 400 റോഡുകൾ നഗരസഭയിലുണ്ട്. ഒരു റോഡിനും പേച്ച് വർക്ക് അറ്റകുറ്റപ്പണി നടത്തിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ അറ്റകുറ്റപ്പണി നടത്താതിരിക്കുന്നത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ജനങ്ങളിൽ നിന്ന് നികുതി പണം വാങ്ങിക്കൊണ്ട് ആ നികുതി പണം അഴിമതി നടത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ചതാണ്. ഫണ്ടില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് നഗരസഭ അറ്റകുറ്റപ്പണികൾ നടത്താതിരിക്കുന്നത്. പയ്യന്നൂർ നഗരത്തിലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് INTUC ഓട്ടോ തൊഴിലാളികൾ റോഡിൽ വാഴ നട്ടും ശയന പ്രദർശനം നടത്തിയും പ്രതിഷേധിച്ചത്. രാവിലെ 10 മണിയോടെ വാഴയും ചുമന്ന് പ്രവർത്തകർ പ്രകടനം നടത്തിയാണ് റോഡിലെ കുഴികളിൽ വാഴ നട്ടുപിടിച്ചത്. തുടർന്ന് റോഡിൽ ശയന പ്രദർശനവും നടത്തി. ഉദ്ഘാടകനായ DCC ജനറൽ സെക്രട്ടറി AP നാരായണൻ തന്നെ ശയന പ്രദർശനത്തിന് തുടക്കമിട്ടു. ഒപ്പം PK സുരേഷ്, P രാമകൃഷ്ണൻ എന്നിവരും ഒപ്പം ചേർന്ന് ശയന പ്രദർശനം നടത്തി. ബ്യൂറോ, പയ്യന്നൂർ. ജൂലൈ 26 ലോക കണ്ടൽ ദിനം. ഭൂമിയുടെ വൃക്ക എന്നറിയപ്പെടുന്ന കണ്ടൽ ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. സംരക്ഷണത്തിന് പദ്ധതികൾ ഒട്ടേറെ ആവിഷ്കരിക്കുന്നുണ്ടെങ്കിലും ഇവയൊന്നും ഫലപ്രദമാകുന്നില്ല എന്നതാണ് വാസ്തവം. അതിന്റെ പ്രകടമായ തെളിവാണ് കഴിഞ്ഞ 4 പതിറ്റാണ്ടിനിടെ നഷ്ടപ്പെട്ടത് 96% കണ്ടലുകളാണെന്ന പുതിയ കണക്ക്. ഇന്ന് ജൂലൈ 26 ലോക കണ്ടൽ ദിനം. പ്രകൃതിയുടെ ശ്വാസകോശമായ കണ്ടൽ വനങ്ങൾ അന്ത്യശ്വാസം വലിക്കുന്ന അവസ്ഥയിലാണ് ഇന്ന്. കോൺക്രീറ്റ് വനങ്ങൾക്ക് തലയുയർത്താൻ ചതുപ്പ് നിലങ്ങൾ തരിശാക്കപ്പെട്ടപ്പോൾ ഒരു ദാക്ഷിണ്യവും കൂടാതെ കണ്ടലുകൾക്ക് കത്തിവെക്കപ്പെട്ടു. വേരറുക്കാൻ പറ്റാത്തവ തീക്കരുത്തിൽ കരിഞ്ഞൊടുങ്ങി. 700 ചതുരശ്ര കിലോമീറ്ററിൽ നിന്ന് 17 ചതുരശ്ര കിലോമീറ്ററായി കേരളത്തിന്റെ കണ്ടൽ ശ്വാസകോശം ചുരുങ്ങി. സങ്കല്പിക്കാൻ സാധിക്കാത്തത്ര ഭീകരമായ കുറവാണ് കണ്ടൽവന വിസ്തൃതിയിൽ കേരളത്തിനുണ്ടായിരിക്കുന്നത്.
കണ്ടൽ നശീകരണത്തിൽ വ്യാപകമായി നടക്കുന്ന നിയമലംഘനങ്ങൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കാനുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് കണ്ടൽ ദിനം. ജൈവസമ്പത്തിന്റെ അമൂല്യമായ കലവറകളിലൊന്നായ കണ്ടൽ വനങ്ങൾക്ക് പരിസ്ഥിതിയുടെ സന്തുലനാവസ്ഥ നിലനിർത്തുന്നതിൽ വലിയ പങ്കാണുള്ളത്. കണ്ടലിന്റെ ഉന്മൂലനം പ്രകൃതിയിലുണ്ടാകുന്ന ആഘാതം ഏറെയാണെന്ന് ആരും ചിന്തിക്കാറില്ല. വിനാശകാരിയായ സുനാമി അടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ ഭൂമിക്ക് കവചം തീർക്കാൻ കണ്ടൽ വനങ്ങൾക്ക് കഴിയും. മത്സ്യസമ്പത്തിന്റെ അമൂല്യ കലവറകൾ കൂടിയായ കണ്ടലിന്റെ പച്ചത്തുരുത്തുകൾ വേരറുക്കപ്പെട്ടപ്പോൾ ഇല്ലാതായത് അമൂല്യമായ വിവിധയിനം മത്സ്യങ്ങൾ കൂടിയാണ്. കണ്ടലിന്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടിയുള്ള ബോധവൽക്കരണങ്ങളും നടപടികളും മൂലം കണ്ടൽ നശീകരണത്തിന് ഒരു പരിധിവരെ കുറവുണ്ടായിട്ടുണ്ട്. പരിസ്ഥിതി പ്രവർത്തകരുടെയും സന്നദ്ധ സംഘടനകളുടെയും ശ്രമഫലമായി ചെറിയ തോതിലെങ്കിലും കണ്ടലിന്റെ വിസ്തൃതി വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ കണ്ടൽ നശീകരണം അങ്ങിങ്ങായി ഇപ്പോഴും തുടരുകയാണ്. കണ്ടൽക്കാടുകളിലെ മാലിന്യ നിക്ഷേപമാണ് കണ്ടലുകളുടെ പുതിയ അന്തകൻ. പുഴയോരങ്ങളിലും റോഡരികിലുമുള്ള കണ്ടൽക്കാടുകളാണ് മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നത്. നാട്ടിലുള്ള സർവ്വവിധ മാലിന്യങ്ങളും കണ്ടൽക്കാടുകളിൽ തള്ളുന്നുമുണ്ട്. മാലിന്യങ്ങൾ നിക്ഷേപിക്കുക എന്നതിലപ്പുറം കണ്ടൽക്കാടുകൾ നശിപ്പിച്ച് പ്രസ്തുത സ്ഥലം കയ്യേറുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട്. എന്തായാലും അവശേഷിക്കുന്ന കണ്ടൽ സമ്പത്ത് നിലനിർത്താനും ജലാശയങ്ങളുടെ വിശുദ്ധി കാത്തുസൂക്ഷിക്കാനും തീരങ്ങളെ കാത്തുരക്ഷിക്കാനും കണ്ടൽക്കാടുകൾ നശിപ്പിക്കില്ലെന്ന പ്രതിജ്ഞയെടുക്കാനുമുള്ള ദിനം കൂടിയാണ് കണ്ടൽ ദിനം. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. പ്രകൃതിയുടെ ശ്വാസകോശം കൂടിയാണ് കണ്ടൽക്കാടുകൾ. അവയുടെ സംരക്ഷണം ഉറപ്പാക്കേണ്ടത് കാലത്തിന്റെ ആവശ്യമാണ്. ആഗോളതാപനത്തിലുള്ള പ്രതിവിധി കൂടിയാണ് കണ്ടലുകൾ. പഴയങ്ങാടി ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട്. പ്രകൃതിയുടെ ശ്വാസകോശങ്ങളാണ് കണ്ടൽക്കാടുകൾ. ഒരേ സമയം കരയിലും വെള്ളത്തിലും വളരാനുള്ള പ്രകൃതിയുടെ മഹാത്ഭുതമാണ് കണ്ടൽക്കാടുകൾ. കാഴ്ചയിലും സ്വഭാവത്തിലും മറ്റ് സസ്യങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമാണിവ. മണ്ണിൽ ആഴ്ന്നിറങ്ങി ചെടിയെ ഉറപ്പിച്ചു നിർത്താനുള്ള വേരുകൾ, പൊയ്ക്കാലുകൾ പോലുള്ള വേരുകളും അമ്മച്ചെടിയിൽ നിന്ന് തന്നെ മുളപൊട്ടി ഇവ ഭൂമിയിലേക്ക് പതിക്കുന്നു. അന്തരീക്ഷത്തിൽ നിന്ന് വൻതോതിൽ കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുത്ത ജീവവായു പ്രദാനം ചെയ്യുന്ന പ്രകൃതിയുടെ ശ്വാസകോശമാണ് കണ്ടൽക്കാടുകൾ. മഴക്കാടുകളേക്കാൾ 5 ഇരട്ടി കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കാൻ കണ്ടൽക്കാടുകൾക്ക് കഴിയുമെന്ന പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആഗോളതാപനത്തിനുള്ള പരിഹാരമല്ലേ കണ്ടൽക്കാടുകൾ? കരയുടെ കാവൽക്കാരനാണ് കണ്ടൽ. ആർത്തിലച്ചു വരുന്ന തിരമാലയിൽ നിന്ന്, കലുതുള്ളിയടിക്കുന്ന കൊടുങ്കാറ്റിൽ നിന്ന്, വെള്ളപ്പൊക്കത്തിൽ നിന്നും കരയിടിച്ചിൽ നിന്നുമൊക്കെ കരയെ കാക്കുന്ന രക്ഷകനാണ് കണ്ടലുകൾ. വിവിധ ജീവജാലങ്ങളാൽ സമ്പന്നമായ ഒരു ആവാസ വ്യവസ്ഥ കൂടിയാണ് കണ്ടൽക്കാടുകൾ. ഭക്ഷ്യച്ചങ്ങലയിലെ പ്രധാന കണ്ണിയാണിവ. വിവിധതരം മത്സ്യങ്ങൾ, സസ്യങ്ങൾ, മാംസഭോജികളും സസ്യഭോജികളുമായ മൃഗങ്ങൾ, പക്ഷികൾ, കൊഞ്ച്, ഞണ്ട്, പവിഴപ്പുറ്റുകൾ തുടങ്ങിയവ ധാരാളം കണ്ടൽക്കാടുകൾക്കിടയിൽ കാണാം. ജലജീവികൾ പലതും മുട്ടയിടുന്നത് കണ്ടൽക്കാടുകളുടെ വേരുകൾക്കിടയിലുള്ള ചെളിമണ്ണിലാണ്. നമ്മുടെ മത്സ്യസമ്പത്തിന്റെ നല്ലൊരു ഭാഗം കണ്ടലുകളുടെ സംഭാവനയാണ്. മലിനജലത്തിലെ കാഡ്മിയം, ഈയം, മെർക്കുറി തുടങ്ങിയ വിഷമൂലകങ്ങൾ വലിച്ചെടുത്ത വെള്ളത്തിനെ ശുദ്ധീകരിക്കുന്നതിനാൽ ഇവ ആവാസ വ്യവസ്ഥയുടെ വൃക്കകളാണെന്ന് പറയാം. ഉപ്പിന്റെ അംശം കരയിലേക്ക് അരിച്ചിറങ്ങാതെ കണ്ടൽക്കാടുകൾ ശ്രദ്ധിക്കുന്നു. മരുന്നിനും മറ്റുമായി ഇവയുടെ കായകൾ ഉപയോഗിക്കുന്നുണ്ട്. വിനോദസഞ്ചാരികളുടെയും പക്ഷി നിരീക്ഷകരുടെയും പറുദീസ കൂടിയാണ് കണ്ടൽക്കാടുകൾ. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽ വനമേഖലയാണ് സുന്ദരബൻസ്. ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായി വ്യാപിച്ചു കിടക്കുന്നു ഇവ. കണ്ടലുകളുടെ ജൈവ വൈവിധ്യം കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ കൊച്ചു കേരളം. കേരളത്തിൽ 10 ജില്ലകളിലായി കണ്ടൽ വനം വ്യാപിച്ചു കിടക്കുന്നു. ഇതിൽ കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കണ്ടുവരുന്നത്. എന്നാൽ 80% കണ്ടൽക്കാടുകളും ഇന്ന് നാശത്തിന്റെ വക്കിലാണെന്ന് കണ്ടൽ സംരക്ഷകൻ പാറയിൽ രാജൻ പറയുന്നു. ഇന്ന് കണ്ടൽ ദിനമാണ്. ഇന്ന് കണ്ണൂർ ജില്ലയിൽ കൂടുതൽ ഉള്ളത് ഭ്രാന്തൻ കണ്ടൽ, ഉപ്പൂറ്റിക്കണ്ടൽ, ചെറുകണ്ടൽ, ചുള്ളിക്കണ്ടൽ, അങ്ങനെ ചക്കരക്കണ്ടൽ, അങ്ങനെ ഒരു 10-16 തരം നമ്മളിപ്പം കണ്ടുവരുന്ന കണ്ടൽക്കാടുകളുണ്ട്. ഇതിനെ സംരക്ഷിക്കുക. അതെ, കണ്ടൽക്കാടുകൾ സംരക്ഷിക്കാം, വച്ചുപിടിപ്പിക്കാം. നമുക്കൊപ്പം അനേകം ജീവജാലങ്ങളെ ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് അനുവദിക്കാം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.
കണ്ടൽ വളർത്തി കായലിനെ സംരക്ഷിച്ച് ആത്മസുഖം കണ്ടെത്തുകയാണ് ഇടയിലക്കാട്ടിലെ ഡി നിതിൻ എന്ന 23-കാരൻ. കവായി കായലിൽ ഏക്കർ കണക്കിന് സ്ഥലത്താണ് നിതിന്റെ കാരുണ്യത്താൽ കണ്ടലുകൾ തഴച്ചു വളരുന്നത്. ലോക കണ്ടൽ ദിനം വീണ്ടും വന്നതോടെ നിതിൻ ഇത്തവണയും കണ്ടൽ വെച്ചു. പലയിടങ്ങളിലും കായൽ കയ്യേറ്റക്കാർ കണ്ടൽ നശിപ്പിക്കുന്ന വാർത്ത കേൾക്കുമ്പോൾ നിതിനാകട്ടെ കവായി കായലിൽ കണ്ടലിന്റെ ഹരിതാപ തീർക്കുകയാണ്. ഇതിനകം 1000-ൽ പരം കണ്ടൽ ചെടികൾ ഈ ചെറുപ്പക്കാരൻ തനിച്ച് നട്ടുപിടിപ്പിച്ചു. വലിയ പറമ്പ പാലത്തിന് കിഴക്ക് തെക്കുഭാഗത്തായി കാണുന്ന കിലോമീറ്റർ കണക്കിന് കണ്ടലുകൾ നിതിൻ വച്ചുപിടിപ്പിച്ചും സംരക്ഷിച്ചും വരുന്നവയാണ്. കണ്ടൽക്കാടുകളിൽ നിന്നും ശേഖരിക്കുന്ന കണ്ടൽ തണ്ട് വിത്തുകൾ വരിവരിയായി വച്ചുപിടിപ്പിച്ച് തളിരണിഞ്ഞു നിൽക്കുന്ന കാഴ്ച കൗതുകകരമാണ്. കാറ്റിൽ ആടിയുലഞ്ഞ് നശിക്കാതിരിക്കാൻ സൂക്ഷ്മതയോടെ പരിചരിച്ചു വരുന്നുമുണ്ട്. ഭ്രാന്തൻ, കണ്ടേലിയ എന്നീ കണ്ടലുകളുടെ വിത്തുകൾ കായലോരത്ത് കണ്ടൽ വനത്തിൽ നിന്നും ശേഖരിച്ച് മുളപ്പിച്ച് കായലിൽ 1 മീറ്റർ ഇടവിട്ട് നട്ടുപിടിപ്പിക്കുകയാണെന്ന് നിതിൻ പറയുന്നു. പാലം മുതൽ അങ്ങ് പോലെ ഇതിനുള്ളിൽ നിന്ന് വിത്ത് ശേഖരിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇടക്കൊക്കെ 2 മാസം കൊണ്ട് ഞാൻ നട്ടാണ്. ഇപ്പം ഇത് വളർന്ന് വലുതാവാൻ എത്ര കാലം എടുക്കും? വീട്ടിൽ ഇതെല്ലാം കാലെടുക്കും 10. ഇടയിലക്കാട് നവോദയ വായനശാല ഗ്രന്ഥാലയം വർഷങ്ങളായി നടത്തിവരുന്ന കണ്ടൽ വനവൽക്കരണവും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളുമാണ് നിതിന് പ്രചോദനമായത്. ഹയർ സെക്കൻഡറി കഴിഞ്ഞ ശേഷം കോൺക്രീറ്റ് തൊഴിലിലേക്ക് ഇറങ്ങിയ നിതിൻ ജോലി സമയം കഴിഞ്ഞാൽ കണ്ടൽ വനവൽക്കരണത്തിൽ സജീവമാണ്. എം മോഹനൻ, ഡി കാർത്തിയാനി ദമ്പതികളുടെ മകനാണ് നിതിൻ. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മാധ്യമ വാർത്ത തുണയായി പഴയങ്ങാടിയിലെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം. സ്ഥലം MLA TV രാജേഷിന്റെ ഇടപെടലാണ് ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ വഴിയൊരുക്കിയത്. പഴയങ്ങാടിയിലെ മാധ്യമ പ്രവർത്തകരെ അഭിനന്ദിച്ച് MLA രംഗത്തെത്തി. ജനങ്ങളുടെ ഏറെക്കാലത്തെ മുറവിളിക്കൊടുവിലാണ് പഴയങ്ങാടിയിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുന്നത്. എരപുരം മുതൽ പഴയങ്ങാടി വരെ വാഹനങ്ങൾ റോഡരികിൽ പാർക്ക് ചെയ്യുന്നത് അപകടങ്ങൾക്ക് കാരണമായിരുന്നു. സംഭവം മാധ്യമങ്ങളിൽ വാർത്തയായതിനെ തുടർന്നാണ് TV രാജേഷ് MLA, തളിപ്പറമ്പ് CI എന്നിവരുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർത്തത്. യോഗത്തിൽ വ്യാപാരികൾ, ഡ്രൈവർമാർ, പോലീസ്, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, മാധ്യമപ്രവർത്തകർ എന്നിവർ സംബന്ധിച്ചിരുന്നു. റോഡിനിരുവശത്തുമുള്ള പാർക്കിംഗ് പൂർണ്ണമായും ഒഴിവാക്കും. പെട്രോൾ പമ്പിന് സമീപം പേ പാർക്കിംഗ് സംവിധാനം ഒരുക്കും. പരിഷ്കാരം ഓഗസ്റ്റ് 7 മുതൽ പ്രാബല്യത്തിൽ വരും. രാവിലെ 8:30-നും 10-നും ഇടയിലും വൈകിട്ട് 3-നും 5-നും ഇടയിലും കടകൾക്ക് മുന്നിലെ പാർക്കിംഗ് ഒഴിവാക്കും. ആവശ്യത്തിന് CCTV ക്യാമറകൾ സ്ഥാപിക്കും. പഴയങ്ങാടിയിൽ ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കും. KSTP റോഡും മേൽപ്പാലവും ഉൾപ്പെടെ ഒക്ടോബർ 30-നകം പൂർത്തിയാക്കും. താവത്തെ KSTP റോഡ് പ്രശ്നത്തിലും പഴയങ്ങാടിയിലെ ഗതാഗത കുരുക്ക് പ്രശ്നത്തിലും മാധ്യമ പ്രവർത്തകർ വഹിച്ച പങ്ക് ഏറെ ശ്രദ്ധേയമാണെന്ന് TV രാജേഷ് MLA പറഞ്ഞു. മാധ്യമ സുഹൃത്തുക്കൾ സമയക്കുറവുകൊണ്ടാണ്, പ്രത്യേകിച്ച് മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരും അവരുടെ അഭിപ്രായം നേരത്തെ തന്നെ മാധ്യമങ്ങളിലൂടെ അവർ അറിയിക്കുകയുണ്ടായിട്ടുണ്ട്. അഭിപ്രായങ്ങളൊക്കെയും മുഖവിലക്കെടുത്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ നിർദ്ദേശങ്ങളാകെ ഞാൻ ആദ്യം വെച്ചത്. പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കൂടി ക്രോഡീകരിച്ചുകൊണ്ടാണ് ഇതിനകത്ത് കൂട്ടിച്ചേർക്കലുകൾ വരുത്തിയിട്ടുള്ളത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. KSTP റോഡിൽ നേരത്തെ പറഞ്ഞതുപോലെ അമിത വേഗത, അതുപോലെ തന്നെ അലക്ഷ്യമായ പാർക്കിംഗ്, മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് ഒഴിവാക്കൽ, ഇതിനു വേണ്ടി CCTV MLA ഫണ്ട് ഉപയോഗിച്ച് അല്ലെങ്കിൽ റോഡ് സേഫ്റ്റി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് CCTV ക്യാമറ സ്ഥാപിക്കും. പഴയങ്ങാടിയിലെ അനധികൃത കച്ചവട സ്ഥാപനങ്ങൾ പൂർണ്ണമായും ഒഴിപ്പിക്കുമെന്ന് യോഗത്തിൽ തളിപ്പറമ്പ് CI PK സുധാകരൻ പറഞ്ഞു. അതുപോലെ പെട്ടിക്കട യാതൊരു കാരണവശാലും ഈ ജംഗ്ഷൻ മുതൽ എരിപുരം പോലീസ് സ്റ്റേഷന് മുമ്പിലെ ജംഗ്ഷൻ വരെയുള്ള ഫുട്പാത്തിൽ ഒരു പെട്ടിക്കടയും ദയവ് ചെയ്ത് ഉണ്ടാവാൻ പാടില്ല. അത് എടുപ്പിക്കുമ്പോൾ പോലീസോ ആരോ അങ്ങോട്ട് വരാൻ പാടില്ല. ഇതൊരു ന്യായമായ കാര്യമാണ്. അതിന് വേറെ എന്തെങ്കിലും സംവിധാനം കാണണം. പഞ്ചായത്ത് വേറൊരു സ്ഥലം കണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് D വിമല അധ്യക്ഷത വഹിച്ചു. മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് SK ആബിദ, തളിപ്പറമ്പ് CI PK സുധാകരൻ, EG വിശ്വപ്രകാശ്, R അജിത, VV പ്രീത, PB സജീവ്, സുധീർ വെങ്ങര, പവിത്രൻ കുഞ്ഞുമംഗലം തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ആഘോഷത്തിമിർപ്പിൽ ചുരുളൻ വള്ളം നീരണിഞ്ഞു. അച്ചാന്തുരുത്തി ശ്രീ പാലിച്ചോൻ ബോട്ട് ക്ലബിനു വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിച്ച് പണിത ചുരുളൻ വള്ളം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നീറ്റിലിറക്കി.
ഒരു കാലത്ത് ഉത്തരമലബാറിലെ ജലോത്സവ പ്രേമികൾക്ക് കരുത്തും ആവേശവുമായി മാറിയ അച്ചാംതുരുത്തി ദ്വീപിലെ തുഴച്ചിലുകാർ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സ്വന്തം ചുരുളൻ വള്ളവുമായി രംഗത്തെത്തുകയാണ്. അതിൻ്റെ ആവേശം ഒരു തരി പോലും ചോർന്നു പോകാതിരിക്കാനാണ് കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ തന്നെ വള്ളം നീറ്റിലിറക്കാൻ ക്ഷണിച്ചത്. ഉത്സവ പകിട്ടോടെ വനിതാ വാദ്യകലാ സംഘത്തിൻ്റെ വാദ്യമേളത്തോടും മുത്തുക്കുടയേന്തിയ വനിതകളുടെയും അകമ്പടിയോടെയാണ് ഉമ്മൻചാണ്ടിയെ എതിരേറ്റത്. വള്ളം നീറ്റിലിറക്കുന്നതിന് മുൻപായി നടന്ന ചടങ്ങ് ഉമ്മൻചാണ്ടി നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ശ്രീ പാലിച്ചോൺ ബോട്ട് ക്ലബ്ബ് ഈ രംഗത്ത് വളരെയേറെ ഈ അച്ചാംതുരുത്തില് വളരെയേറെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് എനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അച്ചാംതുരുത്തിലെ തുഴച്ചിലുകാരെ പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾ ഇന്ന് ചുരുളം വള്ളം തയ്യാറാക്കി നീറ്റിലിറക്കുകയാണ്. അത് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന മുഹൂർത്തമാണ്. ചടങ്ങിന്റെ ഭാഗമായി ജേഴ്സി പ്രകാശനം, തുഴ കൈമാറ്റം തുടങ്ങിയവയും നടന്നു. നാടിന്റെ സ്നേഹോപഹാരം പഞ്ചായത്ത് അംഗം KP ശ്രീജ ഉമ്മൻചാണ്ടിക്ക് കൈമാറി. സംഘാടക സമിതി ചെയർമാൻ പടിഞ്ഞാർ ചന്ദൻ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ, VV ചന്ദ്രൻ, MV വിനോദ് കുമാർ, PV സത്യനാഥൻ, KV കൃഷ്ണൻ, V കുഞ്ഞമ്പാടി, PV ജനാർദ്ദനൻ, AV സുനീഷ് കുമാർ, K ഗീത തുടങ്ങിയവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിൽ ചുരുളൻ വള്ളം നിർമ്മാണ ചുമതല വഹിച്ചവർക്ക് ഉപഹാരവും നൽകി അനുമോദിച്ചു. തുടർന്ന് ആഘോഷത്തിമർപ്പിൽ ചുരുളൻ വള്ളം നീറ്റിലിറക്കി. നീരണിഞ്ഞ ആവേശത്തിൽ തുഴച്ചിലുകാർ ആരവത്തോടെ ചുരുളൻ വള്ളം തുഴഞ്ഞ് തേജസ്വിനി പുഴയിൽ അക്കരയിക്കരെ തുഴഞ്ഞെത്തി. തുടർന്ന് നാടാകെ ക്ഷണിച്ച വള്ളസദ്യയും രുചിച്ചാണ് ഉമ്മൻചാണ്ടി യാത്രയായത്. ഉദ്ഘാടന യോഗത്തിന്റെ ഭാഗമായി ജലോത്സവ ഗാനമേളയും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കർക്കിടക മാസം ആരംഭിച്ചതോടെ കളരികൾ ചികിത്സയും കുഴമ്പ് നിർമ്മാണവും കൊണ്ട് സജീവമായി തുടങ്ങി. വിവിധ ഒഴിച്ചിലുകൾക്കും ചികിത്സയ്ക്കുമാണ് അപൂർവമായ പച്ചിലകൾ കൊണ്ട് കുഴമ്പുകളും തയ്യാറാക്കുന്നത്. കുന്നരുവിൽ ഗംഗാധരൻ ഗുരുക്കളുടെ കുഴമ്പ് നിർമ്മാണത്തെക്കുറിച്ചാണ് ഇനി. കർക്കിടക മാസത്തിൽ ഭൂപ്രകൃതിക്കും ജീവജാലങ്ങൾക്കും ഏറെ അപജയം സംഭവിക്കുന്ന കാലമാണ്. മനഃശാന്തിക്കു വേണ്ടി രാമായണ പാരായണവും ശരീരത്തിനായി ഔഷധ സേവയും ചെയ്യുന്നതാണ് പതിവ്. കർക്കിടക ചികിത്സയിൽ ഉഴിച്ചിൽ നടത്തിയാൽ ഗരുഡനെ കണ്ട സർപ്പങ്ങളെ പോലെ രോഗങ്ങൾ ഓടിയൊളിക്കുമെന്നാണ് പഴമക്കാർ പറഞ്ഞിരുന്നത്. ശരീരത്തിലെ ജീവനറ്റു പോകുന്ന കോശങ്ങൾക്ക് പുതുജീവൻ നൽകുവാനും കർക്കിടക മാസത്തിലെ ഉഴിച്ചിൽ കൊണ്ട് സാധിക്കും. രോഗവിമുക്തമായ ശരീരമുണ്ടാക്കാനും കഴിയുന്നു. ശരീരത്തിലെ നരമ്പുകൾക്കും മാംസങ്ങൾക്കും സംഭവിക്കുന്ന ക്ഷതങ്ങൾക്കുള്ള ഫലപ്രദമായ ചികിത്സാ മുറയാണ് ഉഴിച്ചിൽ. കർക്കിടക മാസത്തിലാണ് ഉഴിച്ചിൽ പിഴിച്ചിൽ പോലുള്ള കളരി ചികിത്സയും നടന്നുവരുന്നത്. ഇതിനായി ഉപയോഗിക്കുന്ന കളരിക്കുഴമ്പ് നിർമ്മിക്കുന്ന രീതിയെക്കുറിച്ച് കുന്നരുവിലെ ജീവ കളരിയിലെ ഗംഗാധരൻ ഗുരുക്കൾ പറയുന്നത് കേൾക്കാം. ഇതുപോലെ അടുപ്പിൽ വെച്ച് ഇതിൻ്റെ ഒരു പാകത്തിന് അത് 2-3 ദിവസം പിടിക്കും അത് ഉണ്ടാക്കിയെടുക്കാൻ. ഒരു ദിവസം ഇത് തറച്ചെടുക്കാനും രണ്ടാമത് അത് അടുപ്പത്ത് വെച്ച് തൈലം ആക്കിയെടുക്കാനായിട്ട് ഒരു വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള തൈലങ്ങളാണ്. ഒരു വർഷത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ട തൈലങ്ങൾ നമ്മൾ ഒരു പ്രാവശ്യം തന്നെ കാച്ചും. അതുകൊണ്ടെന്ന് വെച്ചാൽ ഈ കർക്കിടക മാസത്തിൽ മാത്രമേ ഈ എല്ലാ മരുന്നുകളും നമുക്ക് കിട്ടുള്ളൂ. ബാക്കി എല്ലാ സമയത്തും നമ്മുടെ ഇതിൽ ആവശ്യമായിട്ടുള്ള എല്ലാ മരുന്നുകളും കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ കർക്കിടകത്തിൽ തന്നെ പറിച്ച് കർക്കിടക മാസം ചെയ്യുന്നത്. പിന്നെ ഉഴിച്ചലിന് കർക്കിടക ചികിത്സ എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ കർക്കിടകത്തിലാണ് അധികം ആൾക്കാർ ഈ ചവിട്ടി ഉഴിച്ചലിനും കൈ ഉഴിച്ചലിനൊക്കെ വരുന്നത്. നാട്ടിൻപുറങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന അപൂർവങ്ങളായ ഔഷധ സസ്യങ്ങൾ ഇടിച്ചു പിഴിഞ്ഞ് ഇവയുടെ നീര് അങ്ങാടി മരുന്നുകളും ചേർത്താണ് ചിട്ടയോടെ കാച്ചിയെടുക്കുന്നത്. ഈ കുഴമ്പ് ഒരു വർഷത്തോളം കളരിയിലെ അഭ്യാസങ്ങൾക്കും ഉഴിച്ചിലും പിഴിച്ചിലിനുമായി ഉപയോഗിക്കുന്നു. കളരിയിലെ നെയ്യഭ്യാസത്തിനും കളരിക്കുഴമ്പ് ഏറെ ഫലപ്രദമാണ്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ചെളി നിറഞ്ഞ് അപകട ഭീഷണി ഉയർത്തിയ റോഡിനെക്കുറിച്ച് പരാതിപ്പെടാനോ സങ്കടപ്പെടാനോ ഇവർക്ക് നേരമില്ല. പഞ്ചായത്ത് റോഡിനെ കല്ലുപാകി വൃത്തിയാക്കുന്ന തിരക്കിലാണ് കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ 7ാം വാർഡ് നിവാസികൾ. നാടിന്റെ പ്രശ്നങ്ങൾ സ്വയം ഏറ്റെടുത്ത് പരിഹരിക്കാൻ ജനകീയ കൂട്ടായ്മയുണ്ടാക്കി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് 7ാം വാർഡിലെ ജനങ്ങൾ. പഞ്ചായത്തിന്റെ റോഡ് ജനങ്ങൾ തന്നെ ഒത്തുചേർന്ന് അറ്റകുറ്റപ്പണികൾ ചെയ്ത് വൃത്തിയാക്കുകയാണ്.
ഏരിയം കുപ്പേരി റോഡ് ചെളി നിറഞ്ഞ് അപകട ഭീഷണി ഉയർത്തുകയാണ്. ഇവിടെ നിരവധി വാഹനാപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപകടം തുടർക്കഥയാവാൻ തുടങ്ങിയതോടെ നാട്ടുകാർ ഒത്തുചേർന്ന് പണം സ്വരൂപിച്ചു. റോഡിന്റെ ചെളി നിറഞ്ഞ ഭാഗം കല്ലുപാകി വൃത്തിയാക്കുകയാണിപ്പോൾ. അപകട ഭീഷണി ഉയർത്തുന്ന റോഡിന്റെ അവസ്ഥ കാണാതെ നടിച്ചാലും കല്ലുപാകി വൃത്തിയാക്കിയ ഈ പുതുവഴി കാണാതെ നടിക്കാൻ അധികൃതർക്ക് ആവുമെന്ന് തോന്നുന്നില്ല. ഇതിപ്പം വാഹനത്തിന് പോകാൻ മേലാത്ത അവസ്ഥയിൽ വളരെ ചെളിയായിട്ട് വണ്ടി യഥാർത്ഥത്തിൽ പറഞ്ഞാൽ 2 നോട്ടം തെന്നി വീണു. ആ അവസ്ഥ വന്നതിൻ്റെ പേരിലാണ് ഇതിപ്പോൾ ഇങ്ങനൊരു ജനകീയാടിസ്ഥാനത്തിൽ ഈ ചുറ്റുപാടുള്ള ആൾക്കാർക്ക് കൂടിയിട്ട് ഇങ്ങനൊരു കല്ല് വെച്ച് വൃത്തിയാക്കാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ അക്കരെ പാലത്തിൻ്റെ അക്കരെ ഞങ്ങൾ ജനകീയമായിട്ട് തന്നെ ഇതുപോലൊരു ദൗത്യം ഏറ്റെടുത്ത് വളരെ വിജയപ്രദകരമായിട്ട് ഇപ്പോൾ വണ്ടി കയറുന്നുണ്ട്, ഒരു പ്രശ്നമില്ലാതെ തന്നെ. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. എരമം ചരൽപ്പള്ളിയിലെ സി കണ്ണന്റെ പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരണവുമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രംഗത്ത്. പെൻഷൻ കിട്ടാത്തത് പഞ്ചായത്തിന്റെ അനാസ്ഥയല്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ നടന്നുവരികയാണെന്നും ഇത് പരാതിക്കാരനെ ബോധിപ്പിച്ചിട്ടുള്ളതാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. കണ്ണന്റെ പരാതി സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നെറ്റ്വർക്ക് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോഴും പരിശോധിക്കുമ്പോൾ കാണുന്നത് അത് പരിശോധിച്ച് വരുന്നു എന്നുള്ളതാണ്. നമ്മൾ കമ്പ്യൂട്ടറിൽ നോക്കുമ്പോൾ കാണുന്നത്. ഇപ്പോൾ സർക്കാർ നേരിട്ടാണ് ഓരോ ഗുണഭോക്താവിനും പെൻഷൻ അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചായത്തിൽ വന്നിട്ട് പോകുന്ന പെൻഷനാണെങ്കിൽ ആർക്കൊക്കെ പെൻഷൻ വന്നിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ സർക്കാർ നേരിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ എന്തെങ്കിലും പരാതി വരുമ്പോഴാണ് ഞങ്ങളെ ശ്രദ്ധയിൽപ്പെടുന്നത്. അങ്ങനെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ അത് പരിശോധിക്കുമ്പം കമ്പ്യൂട്ടറിൽ കാണാൻ വേണ്ടി കഴിയുന്നത് ഇങ്ങനെ ഈ പെൻഷൻ പരിശോധിച്ച് വരുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ആ പരിശോധന എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ചെറക്കൽ പഞ്ചായത്തിൽ താമസക്കാരനും അദ്ദേഹത്തിൻ്റെ എല്ലാ ഡീറ്റെയിലുകളും കൊടുക്കുന്നത് ചെറക്കൽ പഞ്ചായത്തിൻ്റേതായിരിക്കും. അപ്പോൾ ഗ്രാമപഞ്ചായത്തിന് അദ്ദേഹത്തിൻ്റെ മകളുടെ വീട്ടിൽ അസുഖമായി താമസിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് അർഹമായിട്ടുള്ള പെൻഷനാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മളത് പാസ്സാക്കിയിട്ടുള്ളത്. അപ്പോൾ സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് എത്തുമ്പം ചെറക്കൽ പഞ്ചായത്തിൽ താമസിക്കുന്ന വ്യക്തി എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ പെൻഷൻ അപേക്ഷിക്കുന്നു. അങ്ങനെ പറയുമ്പോൾ ചില സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും ഇത് പരിശോധിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. SFI പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാഗിംഗ് വിരുദ്ധ സ്നേഹസംഗമം നടത്തി. പയ്യന്നൂർ കോളേജിൽ സംഘടിപ്പിച്ച പരിപാടി SFI സംസ്ഥാന സെക്രട്ടറി M. വിജിൻ ഉദ്ഘാടനം ചെയ്തു. റാഗിംഗ് വിരുദ്ധ കലാലയത്തിനായി കൈകോർക്കാം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് റാഗിംഗ് വിരുദ്ധ സ്നേഹസംഗമം സംഘടിപ്പിച്ചത്. SFI പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ കോളേജിൽ സംഘടിപ്പിച്ച പരിപാടി SFI സംസ്ഥാന സെക്രട്ടറി M. വിജിൻ ഉദ്ഘാടനം ചെയ്തു. റാഗിംഗിനെതിരായ ഏറ്റവും ശക്തമായ പോരാട്ടം നാം ക്യാമ്പസുകളിൽ ഏറ്റെടുക്കും. ഇവിടെ ഈ പയ്യന്നൂർ കോളേജിനകത്ത് കടന്നു വന്നാൽ ഈ കോളേജിന്റെ ഏത് മൂലയും ഏത് വിദ്യാർത്ഥിയും ഒരു SFIയുടെ പ്രവർത്തകനായി എന്ന ലേബലിൽ ഏതെങ്കിലും ഒരാൾ വന്ന് നിങ്ങൾ റാങ്ക് ചെയ്താലും അവർ SFIയുടെ ശത്രുക്കളാണ്. അവർ ആ രീതിയിൽ SFI കൈകാര്യം ചെയ്യും. അങ്ങനെ കൈകാര്യം ചെയ്ത പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ് SFI. ഇവിടെ ഇന്ന് പയ്യന്നൂരിലെ പ്രദേശത്തെ കരിവള്ളൂരിലെ ഉസാന്റെ ക്യാമ്പസിൽ കൊച്ചിയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇന്നത്തെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് റാങ്കിംഗ് വിധേയനായി മരണത്തോട് മല്ലിടിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരാളാണ് അദ്ദേഹം. ഞാനൊക്കെ അദ്ദേഹത്തെ കൊണ്ട് കണ്ടിട്ടുള്ളതാണ്. SFI പയ്യന്നൂർ കോളേജ് യൂണിറ്റ് സെക്രട്ടറി ആദർശ് അധ്യക്ഷത വഹിച്ചു. SFI കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് K. മനുരാജ്, ലജീഷ് MK, നിതിൻ TV, അനശ്വര, അശ്വതി, ആര്യ എന്നിവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി ജിതിൻ MV സ്വാഗതവും കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് അശ്വിൻ അശോക് നന്ദിയും പറഞ്ഞു. കാളീശ്വരത്തെ ചെല്ലിരിയൻ വീട്ടിൽ കാർത്തിയായനിക്ക് ഫോക്ലോർ അവാർഡ്. നാട്ടിപ്പാട്ടിനുള്ള ഫോക്ലോർ അവാർഡിനാണ് കാർത്തിയായനി അർഹയായത്. ചെല്ലിരിയൻ വീട്ടിൽ കാർത്തിയായനിക്ക് നാട്ടിപ്പാട്ടും ജീവിതവും രണ്ടല്ല. അത്രമേൽ പാട്ടുകൾ കാർത്തിയായനിയുടെ ജീവിതവുമായി ഇഴുകിച്ചേർന്നിരിക്കുന്നു. 2002 മുതലാണ് നാട്ടിപ്പാട്ടുകളും നാടൻപാട്ടുകളും മാപ്പിളപ്പാട്ടുകളും വേദികളിൽ അവതരിപ്പിച്ചു തുടങ്ങുന്നത്. കണ്ണൂർ ആകാശവാണിയിലെ B ഗ്രേഡ് ആർട്ടിസ്റ്റ് കൂടിയാണിവർ. ആകാശവാണിയിൽ സ്ഥിരമായി പരിപാടികൾ അവതരിപ്പിച്ചു വരുന്നുണ്ട്. പാട്ടിനെ ജീവിതമായി കണ്ട കാർത്തിയായനി പാടാൻ തുടങ്ങിയാൽ അരസികന്മാർ വരെ ഒന്ന് ചെവി കൂർപ്പിക്കും. എന്തട കുഞ്ഞാഞ്ഞേ നമുക്കും പോകേണ്ടേ, മരക്കൊയ്ത്തു കഴിഞ്ഞ് മാനം തെളിഞ്ഞാലേ മന്ദരക്കവിലി പൂരം കൊടിയേറും. പാട്ടുകൾ കൊണ്ട് നമ്മെ പിടിച്ചിരുത്താൻ അത്ര സാമർഥ്യമുണ്ട് ഇവർക്ക്.
നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഒറ്റയിരിപ്പിൽ എത്ര പാട്ടുകൾ വേണമെങ്കിലും ഈണം ചോരാതെ ചൊല്ലിക്കേൾപ്പിക്കും. മധുരമായി പാടാനുള്ള കഴിവ് തന്നെയാണ് കാർത്യായനിയുടെ കൈമുതൽ. 53-ാമത്തെ വയസ്സിലും 18-കാരിയുടെ ശബ്ദത്തിൽ പാടാൻ കഴിയുന്നു എന്നത് ദൈവാനുഗ്രഹമാണെന്ന് ഇവർ കരുതുന്നു. ഞാൻ 2002 മുതൽ ആകാശവാണിയിൽ ആർട്ടിസ്റ്റാണ്. നാട്ടിപ്പാട്ട് പാടാറുണ്ട്. ഒരുപാട് സ്റ്റേജിലെല്ലാം പാടിയിട്ടുണ്ട്. എൻ്റെ അമ്മയിൽ നിന്നും കിട്ടിയതാണ്. അമ്മേനെ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. എൻ്റെ അമ്മ ദാരിദ്ര്യ കുടുംബത്തിൽ പറഞ്ഞ ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് അമ്മ എന്നും രാത്രി ഇങ്ങനെ മൂളിപ്പാട്ട് പാടിക്കൊണ്ടിരിക്കും. അങ്ങനെ ആ പാട്ട് കേട്ട് ഞാൻ പഠിച്ചതാണ്. എന്നെ ആരും പഠിപ്പിച്ചതല്ല. കണ്ടത്തിലെ പാട്ട് ഒരുപാട് പാടിയിട്ടുണ്ട്. ചെറുപ്പത്തിൽ അമ്മയിൽ നിന്നാണ് നാട്ടിപ്പാട്ട് കേട്ടുപഠിച്ചത്. അക്കാലത്ത് കൃഷിയിടങ്ങളിൽ ജോലിഭാരം ലഘൂകരിക്കാൻ പാട്ടുപാടുക പതിവായിരുന്നു. പാട്ടുകൾ പാടുന്നത് കാർത്യായനിക്ക് ഈ പ്രായത്തിലും ഒരു ലഹരിയാണ്. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഈ അവാർഡ് കാർത്യായനിയെ തേടിയെത്തുന്നത്. സ്വന്തം ദേശത്തും മറുനാടുകളിലും ഏറെ പേർക്ക് നാട്ടിപ്പാട്ടിൽ പരിശീലനം നൽകിയിട്ടുണ്ട്. കല കൂടാതെ പൊതുരംഗത്തും ഇവർ സജീവമാണ്. CPMന്റെ ഒരംഗം കൂടിയായ കാർത്യായനി പാർട്ടിയുടെ എല്ലാ പരിപാടികളിലും സജീവമാണ്. കണ്ണൂരിൽ നടന്ന ചടങ്ങിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി AK ബാലനിൽ നിന്നാണ് കാർത്യായനി അവാർഡ് ഏറ്റുവാങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. കുരുന്നു മകൾ കരഞ്ഞു കണ്ണീരുതിർത്തും കൊണ്ടാണുറക്കം, കനവിലുപ്പ വിളിക്കുന്നതും നിനച്ചും കൊണ്ടാൻ മയക്കം. വാഹനങ്ങളാൽ നിറഞ്ഞ പരിയാരം പോലീസ് സ്റ്റേഷൻ. വിവിധ കേസുകളിൽപ്പെട്ട് പിടികൂടിയ വാഹനങ്ങളാണ് പോലീസ് സ്റ്റേഷൻ പരിസരത്തെ സമ്പന്നമാക്കുന്നത്. മഴക്കാലമായതോടെ ഈ വാഹനങ്ങളിലെല്ലാം വെള്ളം നിറഞ്ഞ് കൊതുക് വളർത്തൽ കേന്ദ്രമായി മാറിയിരിക്കുന്നു. സ്ഥിരം അപകട മേഖലയായ പരിയാരത്ത് ചെറുതും വലുതുമായ അപകടത്തിൽപ്പെടുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ വിവിധ കേസുകളിലായി കസ്റ്റഡിയിലെടുത്ത വാഹനങ്ങളാണ് പോലീസ് സ്റ്റേഷനിലെ സ്ഥലം കൈയടക്കുന്നത്. ലക്ഷങ്ങൾ വിലമതിക്കുന്ന വാഹനങ്ങളാണ് സ്റ്റേഷനിലെ സ്ഥലം അപഹരിക്കുന്നതിനൊപ്പം തന്നെ ഉപയോഗശൂന്യമായി മാറുന്നത്. സ്ഥലം അപഹരിക്കുന്നതാണ് ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നമെങ്കിൽ ഇപ്പോൾ പുതിയൊരു തലവേദന കൂടിയായിരിക്കുകയാണ് പോലീസുകാർക്ക്. മഴക്കാലമായതോടെ വാഹനത്തിന്റെ തുറന്ന ഭാഗങ്ങളിൽ വെള്ളം നിറഞ്ഞ് കൊതുക് വളർത്തൽ കേന്ദ്രമായിരിക്കുകയാണ്. പകൽ പോലും കൊതുക് കടിയേൽക്കാതെ ജോലി ചെയ്യാൻ സാധ്യമല്ലാതായിരിക്കുന്നു ഇവിടുത്തെ ജീവനക്കാർക്ക്. ചോർന്നൊലിക്കുന്ന മേൽക്കൂരയെ ഭയന്ന് മഴക്കാലം കഴിച്ചുകൂട്ടുന്ന പരിയാരം പോലീസ് സ്റ്റേഷന്റെ പരാധീനത തുടരുകയാണ് പുതിയ പ്രശ്നത്തിലൂടെ. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. CPM പെരളം സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരളത്ത് ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് P. സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂരിൽ നടക്കുന്ന RSS അതിക്രമത്തിനെതിരെയാണ് ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. RSSകാർ നിരന്തരം CPMനെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ P. സന്തോഷ് അഭിപ്രായപ്പെട്ടു. ജനങ്ങൾ വിശ്വസിക്കുന്നത് K. സുരേന്ദ്രൻ ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടാണ് ധനരാജൻ കൊല ചെയ്യപ്പെട്ടത് എന്നാണ്. ധനരാജന്റെ കൊലപാതകത്തിന് എന്ത് കാരണമുണ്ട്? ധനരാജന്റെ കൊലപാതകത്തെ നീതീകരിക്കാൻ എന്തുണ്ട് RSSന് പറയാൻ? ഒന്നുമില്ല. ധനരാജ് കൊല ചെയ്യപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ ഒരു വർഷക്കാലം ഈ നാടിനകത്ത് വലിയ അക്രമത്തിൻ്റെതായ അന്തരീക്ഷമാണ് സംഘപരിവാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചടങ്ങിൽ CPM പയ്യന്നൂർ ഏരിയ കമ്മിറ്റി അംഗം M. രാഘവൻ അധ്യക്ഷനായി. C. ബാലകൃഷ്ണൻ, K. രാഘവൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. കണ്ടൽ പഠന കേന്ദ്രത്തിന്റെ 1ാം വാർഷികവും ലോക കണ്ടൽ ദിനാചരണവും എടാട്ട് നടന്നു. പരിപാടിയുടെ ഭാഗമായി വന അവബോധ ക്ലാസും നടന്നു. കണ്ണൂർ കണ്ടൽ പ്രൊജക്ടിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കാസർഗോഡ് സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് കൺസർവേറ്റീവ് ഓഫീസർ ബിജു P. ഉദ്ഘാടനവും വിഷയാവതരണവും നടത്തി. ശ്വാസം മുട്ടി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ സിദ്ധി കൂടുന്നത്. അപ്പോൾ അത് ജീവജാലങ്ങളുടെ എല്ലാ ജീവജാലങ്ങളുടെയും നമ്മൾ മരിച്ചു എന്ന് പറയുന്നതിന് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറഞ്ഞാൽ അതിൻ്റെ കാറ്റ് പോകുന്നത്, അതിൻ്റെ കാറ്റ് പോയി എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ വായു അല്ലെങ്കിൽ അതിനകത്തുള്ള ഓക്സിജൻ കണ്ടന്റ് അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഈ ഓക്സിജൻ ഒരുപാട് ചെയിൻ റിയാക്ഷൻസിന് വഴി ഒരുക്കുന്നുണ്ട്. കാരണം നമ്മുടെ ജീവിതം തന്നെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. നമ്മുടെ ഓർമ്മകളെ സമയം ഇപ്പം എല്ലാവരും പറയും, എല്ലാ ആളുകൾക്കും ഇപ്പോൾ വലിയൊരു വ്യാപകമായിട്ടൊരു രോഗം ആൽഷിമേഴ്സ് ഡിസീസും. CA അബ്ദുൾ ബഷീർ വന അവബോധ ക്ലാസ് നടത്തി. M. ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു.
സ്വപ്ന ജേക്കബ്, പി രാജൻ, അഫ്സൽ AG തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. KSTB വർക്കേഴ്സ് അസോസിയേഷൻ CITU പയ്യന്നൂർ ഡിവിഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജൂലൈ 26 സുരക്ഷാ ദിനമായി ആചരിച്ചു. ദിനാചരണ ഭാഗമായി ജീവനക്കാർക്ക് ബോധവൽക്കരണ ക്ലാസും നടന്നു. KSTB വർക്കേഴ്സ് അസോസിയേഷൻ CITUവിന്റെ ആഭിമുഖ്യത്തിൽ സുരക്ഷാ ദിനം ആചരിച്ചു. പയ്യന്നൂർ ഇലക്ട്രിക്കൽ ഡിവിഷൻ ഓഫീസ് പരിസരത്ത് നടന്ന വിശദീകരണ യോഗം പയ്യന്നൂർ ഇലക്ട്രിക്കൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മധു MV ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ദിവസവും രാവിലെ ജോലിക്ക് പോകുമ്പോൾ രാത്രിയായാലും രാവിലെ ആയാലും ഉച്ചക്കായാലും നമ്മൾ ജോലി ചെയ്യുന്ന ഓരോ നിമിഷവും നമ്മൾ നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സഹപ്രവർത്തകരെയും നമ്മുടെ നാട്ടുകാരെയും നമ്മുടെ മറ്റു ബന്ധുക്കളെയും ഒക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ സുരക്ഷിതത്വം ആണ് ഏറ്റവും പ്രധാനം എന്ന കാര്യം എന്ന വസ്തുത മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ ജോലിയിലേക്ക് പോകേണ്ടത്. AP സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം രാജേഷ് കുമാർ, K മനോജ് കുമാർ, AV രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS കർക്കിടക ഫെസ്റ്റ് സംഘടിപ്പിച്ചു. കരിവള്ളൂർ ബസാറിൽ നടന്ന പരിപാടി കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M രാഘവൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ നടന്ന കർക്കിടക ഫെസ്റ്റ് കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M രാഘവൻ ഉദ്ഘാടനം ചെയ്തു. എന്നാൽ രാമായണം വായിച്ചാൽ ഉച്ചയാകുമ്പോഴേക്കും വിശക്കുമല്ലോ സാധാരണഗതി തന്നെ. അപ്പോൾ വിശപ്പകറ്റുന്നതിന് വേണ്ടിയുള്ള യാതൊരു മാർഗവും ഇല്ലാത്ത സന്ദർഭത്തിലാണ് നമ്മുടെ കമലയും ചേനയിലയും കൊടുത്ത ഇലയും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല ഇലകളും കഴിച്ചിട്ടാണ്, അതുപോലെ ചക്ക ബാക്കിയുള്ള പ്രദേശത്ത് ചക്ക അങ്ങനെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം തേടി പിടിച്ച് ഭക്ഷണം കഴിച്ചിരുന്ന ഒരു കാലമായിരുന്നു നമ്മുടെ പഴയ കാലം. വൈസ് പ്രസിഡന്റ് KV രാധാമണി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സുർജിത്ത് M പദ്ധതി വിശദീകരണം നടത്തി. കുഞ്ഞിരാമൻ മാസ്റ്റർ ഇലയറിവ് എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. CK നിർമ്മല, PV നാരായണൻ മാസ്റ്റർ, P ചന്ദ്രൻ മാസ്റ്റർ, A പ്രസന്ന തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കർക്കിടകത്തിൽ കഴിക്കേണ്ട വിവിധ ഇലകൾ കൊണ്ടുള്ള കറികളും വറവുകളും പലഹാരങ്ങളും പ്രദർശനത്തിനുണ്ടായിരുന്നു. കൂടാതെ വിവിധതരം പലഹാരങ്ങളും ലേഹ്യങ്ങളും ഈ ഏകദിന ഫെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു. പ്രദർശന നഗരിയിലെത്തിയവർക്ക് കർക്കിടക കഞ്ഞിയും പ്രവർത്തകർ സൗജന്യമായി നൽകി. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ വാർഷിക ജനറൽ ബോഡി യോഗം കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന സെക്രട്ടറി PV ബാലൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ വാർഷിക ജനറൽ ബോഡി യോഗവും അനുമോദന യോഗവും കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന സെക്രട്ടറി PV ബാലൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, വാടക രംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ സംഘടനകൾ ദൈനംദിനമായ പൊതുപ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നില്ല. മറിച്ച് ദൈനംദിനമായി നമ്മളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, നമ്മൾ വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ, നമ്മൾ കൊടുക്കുന്ന സേവനങ്ങൾ, ആ സേവനത്തിൻ്റെ വ്യാപ്തി എങ്ങനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിയും. വാടക വിതരണ സംവിധാനം ഇന്ന് നിലനിൽക്കുന്നത് പോലെ നാളെ നിലനിൽക്കുന്നതിൽ മാത്രമേ. ചടങ്ങിൽ ക്ഷേമനിധി വിതരണവും SSLC+2 വിജയികൾക്കുള്ള അനുമോദനവും ഉദ്ഘാടകൻ തന്നെ നിർവഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം AV ഗോവിന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. C സന്തോഷ് കുമാർ അധ്യക്ഷനായി. AV ബാബുരാജ്, ലതിക ബാബുരാജ്, മോഹനൻ മാലൂർ, N പുരുഷോത്തമൻ, കോട്ടക്കട്ടി രാജൻ, K ഗോപിനാഥൻ എന്നിവർ പ്രസംഗിച്ചു. അംഗങ്ങളായ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പയ്യന്നൂർ താലൂക്ക് പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ വാർഷിക ജനറൽ ബോഡി യോഗം പയ്യന്നൂർ ദാസാഡൻ ഹോട്ടലിൽ വെച്ച് നടന്നു. കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് KV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ താലൂക്ക് പ്രസിഡന്റ് പ്രൊഫസർ കമലാക്ഷൻ അധ്യക്ഷനായി. VV രാജൻ സ്വാഗതം പറഞ്ഞു. KV രാമചന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തി. ഭാരവാഹികളായി PV ജയദേവൻ, K അരുൺ, VV രാജൻ എന്നിവരെ തെരഞ്ഞെടുത്തു. തൃക്കരിപ്പൂർ വിമൻസ് കോളേജിലെ 1ാം വർഷ ഡിഗ്രി ബാച്ചിന്റെ ഉദ്ഘാടനവും പ്രവേശനോത്സവവും കോളേജിൽ വെച്ച് നടന്നു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. രക്ഷിതാക്കളുടെ സ്വഭാവ മക്കളിൽ വല്ലാതെ അനുകൂലിപ്പിക്കും, വല്ലാതെ സ്വാധീനിക്കും. പക്ഷേ ഈ കാലം നമ്മൾ തിരിച്ചറിയേണ്ടത് സ്വന്തം രക്ഷിതാക്കളുടെ സ്വഭാവത്തിനേക്കാളേറെ അവർ സ്വാധീനിക്കുന്നത് അവരുടെ കൂട്ടാളികളെ സാഹോദ്യവതായിരിക്കും. സ്വാഭാവികമായി നമ്മൾ പഠിക്കേണ്ടത് ആരാണ് എൻ്റെ മകളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്, ആരാണ് എൻ്റെ മകളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് നമ്മൾ പഠിക്കണം. അവരുടെ പോക്ക് എങ്ങോട്ടാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ചെയർമാൻ C ഹംസ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സൈദു ഹാജി, KP അബ്ദുൽ ജലീൽ, KPC മുഹമ്മദ് കുഞ്ഞി, NKP ഷാഹുൽ ഹമീദ്, EK രാജേഷ്, EV ഫൗസിയ എന്നിവർ സംസാരിച്ചു. T സലാം സ്വാഗതവും സുനിയറായൽ നന്ദിയും പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.
രുചി വൈവിധ്യങ്ങളുമായി യമ്മി മലബാർ ഫുഡ് പ്രൊഡക്ട്സ് കണ്ടോത്ത് പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ ഉദ്ഘാടനം ചെയ്തു. രുചിലോകത്തെ വൈവിധ്യങ്ങളെ നാവിൻ തുമ്പിലെത്തിക്കാൻ മലബാറിന്റെ തനത് രുചിക്കൂട്ടായ്മയുമായാണ് യമ്മി മലബാർ ഫുഡ് പ്രൊഡക്ട്സ് എത്തുന്നത്. വീട്ടിലെ ഭക്ഷണത്തിന്റെ അതേ രുചിയിൽ 100% മായമില്ലാതെ RO വാട്ടർ മാത്രം ഉപയോഗിച്ചുണ്ടാക്കുന്ന ഭക്ഷണമാണ് യമ്മി മലബാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ചപ്പാത്തി, പൂരി, പൊറോട്ട തുടങ്ങിയവയും കറികളും ആവശ്യാനുസരണം ഓർഡറിനനുസരിച്ച് മിതമായ നിരക്കിൽ തയ്യാറാക്കി നൽകും. കണ്ടോത്ത് കിഴക്കേക്കോവലിൽ യമ്മി മലബാറിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ നിർവഹിച്ചു. വാർഡ് കൗൺസിലർ കെ പവിത്രൻ ചടങ്ങിൽ സംബന്ധിച്ചു. കാനായി നോർത്ത് UP സ്കൂളിൽ ഹൈടെക് തിയേറ്റർ ഉദ്ഘാടനവും ഐഡന്റിറ്റി കാർഡ് വിതരണവും വാർഷിക ജനറൽ ബോഡി യോഗവും ജൂലൈ 30 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. ആലക്കാട് എളമ്പലാന്തട്ട ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവതി സേവ, ഉദയാസ്തമയ പൂജ, സർവേശ്വര വിളക്ക് പൂജ, അഖണ്ഡ രാമായണ പാരായണം എന്നിവ ഓഗസ്റ്റ് 8, 9, 10, 13 തീയതികളിൽ നടക്കും. കാണാം പ്രധാന വാർത്തകളിൽ ഒരിക്കൽ കൂടി. എടാട്ട് ദേശീയപാതയിൽ വാഹനാപകടം, ഒരാൾ മരണപ്പെട്ടു. മീൻവണ്ടിയും ലോറിയും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. സംഭവം ബുധനാഴ്ച പുലർച്ചെ 3:30. പയ്യന്നൂരിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ. INTUCയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രതിഷേധിച്ചത് വാഴ നട്ടും ശയന പ്രദക്ഷിണം നടത്തി. ജൂലൈ 26 ലോക കണ്ടൽ ദിനം. ഭൂമിയുടെ വൃക്ക എന്നറിയപ്പെടുന്ന കണ്ടൽ ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. സംരക്ഷണത്തിന് പദ്ധതികൾ ഒട്ടേറെ ആവിഷ്കരിക്കുന്നുണ്ടെങ്കിലും ഇവയൊന്നും ഫലപ്രദമാകുന്നില്ല എന്നതാണ് വാസ്തവം. മാധ്യമവാർത്ത തുണയായി പഴയങ്ങാടിയിലെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം. സ്ഥലം MLA TV രാജേഷിന്റെ ഇടപെടലിലൂടെയാണ് ഗതാഗത കുരുക്കിന് പരിഹാരമായത്. ആവേശത്തുഴയെറിയാൻ വീണ്ടും അച്ചാന്തുരുത്തി. സ്വന്തം ചുരുടൻ വള്ളവുമായാണ് വീണ്ടും അച്ചാന്തുരുത്തി ജലോത്സവ രംഗത്ത് സജീവമാകുന്നത്. വള്ളം നീരണിയിക്കൽ ചടങ്ങ് ഉത്സവാന്തരീക്ഷത്തിൽ ഉമ്മൻചാണ്ടി നിർവഹിച്ചു. ന്യൂസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.